എല്ലാവർക്കും നമസ്കാരം. മികച്ച ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും സാമ്പത്തിക സുരക്ഷയ്ക്കായും മികച്ച അവസ്ഥകളൊക്കെ ഉണ്ടാക്കാനും വേണ്ടിയാണ് പലപ്പോഴും വിദേശ രാഷ്ട്രങ്ങളിലെ ജോലി സാധ്യതകളൊക്കെ തേടിക്കൊണ്ട് ഇവിടുന്ന് ആളുകൾ പോകുന്നത്, പഠിക്കാൻ ആളുകൾ പോകുന്നതൊക്കെ. എന്നാൽ എല്ലാ കാലഘട്ടങ്ങളിലും ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട് എത്തുന്ന ആളുകളോട് ആ നാട്ടിലെ പ്രദേശ നിവാസികൾക്ക് വലിയൊരു വിമുഖത ഉണ്ടാവുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുണ്ടാവുന്ന റിസോഴ്സുകളെ കവർന്നെടുക്കാൻ വന്നവരാണ് ഈ വന്നിട്ടുള്ള ആളുകൾ എന്നൊരു മിഥ്യാധാരണ പൊതുവിലുണ്ടാവാറുണ്ട്. മാത്രമല്ല പല ഇടങ്ങളിലും ഈ വന്നെത്തുന്ന മൈഗ്രേറ്റ് ചെയ്യുന്നെടുത്തുന്ന ആളുകൾ അല്ലെങ്കിൽ അത് വലിയ കൂട്ടം ആളുകളായിരിക്കാം. അവരൊരു ട്രെൻഡിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ സാധ്യതകൾ തേടിക്കൊണ്ട് ഒരു വലിയ കൂട്ടം ആളുകളായിരിക്കാം പല സമയങ്ങളിലായി എത്തുന്നത്. ഇവർ ആ നാടിൻ്റെ സാംസ്കാരിക മര്യാദകളെക്കുറിച്ചോ അവയൊന്നും തന്നെ നോക്കാതെ പ്രവർത്തിക്കുമ്പോൾ തന്നെയും ഇവരോടുള്ള ദേഷ്യങ്ങളുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ റേസിസ്റ്റ് അറ്റാക്കുകൾ ഒരു നിരന്തരം ഒരു സംഭവമായി മാറിയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ആൻറ്റി മൈഗ്രേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കുടിയേറ്റ വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നേറ്റം ലഭിക്കുന്നത്. എന്തായാലും ഇത്തരമൊരു വിഷയം ഇപ്പോൾ UK-യിൽ സംഭവിച്ചിരിക്കുകയാണ്. കവൻട്രിയിൽ ഓൾഡാം ഹോസ്പിറ്റലിൽ ജോലിക്കിടയിൽ കുത്തേറ്റ് ഗുരുതരമായി പരിക്കേറ്റ് ഇരുന്ന മലയാളി നേഴ്സായ അച്ചാമ്മ ചെറിയൻ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ മാനസിക രോഗിയിൽ നിന്നും നേഴ്സായ ലീലാമ്മ ലാലുവിന് ഏറ്റിട്ടുണ്ടായിരുന്ന പരിക്കൊക്കെ വിദേശ രാജ്യങ്ങളിൽ നേഴ്സായി ജോലിക്ക് പോവുകയും പിന്നീട് ആക്രമണത്തിനിരയാവുകയും ചെയ്ത 1-2 ആളുകൾ മാത്രമാണ്. ഇത്തരം ആക്രമണം ഉണ്ടായതിൻ്റെ ഞെട്ടൽ ലോകമെങ്ങും മലയാളി നേഴ്സിംഗ് സമൂഹത്തെ വേട്ടയാടുന്ന ഒരു ഘട്ടത്തിലാണ് UK-യിൽ നിന്നും മറ്റൊരു ആക്രമണ വാർത്ത പുറത്തു വരുന്നത്. 3 വർഷം മുൻപ് UK-യിലെത്തിയ കേരളത്തിലെ നിലമ്പൂർ സ്വദേശിനിയായ ട്വിങ്കിൾ സാമും അവരുടെ ഭർത്താവ് സനുവും തയ്യാറത്തുമാണ് ശനിയാഴ്ച വൈകിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ പ്രദേശവാസിയായ യുവതിയുടെ ശകാരത്തിനും ശാരീരിക ആക്രമണത്തിനും വിധേയമായത്. ബ്രിട്ടനിലെ ലിങ്കൻഷെയർ എന്ന് പറയുന്ന സ്ഥലത്ത് ഗ്രന്ഥം എന്ന സ്ഥലത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. ഏകദേശം 3 വർഷം മുമ്പാണ് UK-യിൽ ഇവരെത്തുന്നത്. UK-യിലെത്തിയ ട്വിങ്കിൾ ഗ്രന്ഥം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായാണ് ജോലി ചെയ്യുന്നത്. ഒരിക്കലും വംശീയ ചുവയുള്ള സംസാരമോ ഒന്നും തൻ്റെ ഈ കരിയറിനിടയിലൊന്നും കേൾക്കേണ്ടി വന്നിട്ടില്ലാത്ത ട്വിങ്കിളിന് ഇപ്പോൾ നിലവിലുണ്ടായ ആക്രമണം വലിയൊരു ആഘാതമുണ്ടാക്കിയിട്ടുണ്ട്. ഈ ശനിയാഴ്ചത്തെ ഷോപ്പിങ്ങിൻ്റെ ഭാഗമായി വീട്ടു സാധനങ്ങളൊക്കെ മേടിച്ച് തിരികെ വരുന്ന വഴിയിലാണ് ഈ പ്രദേശവാസിയായ യുവതിയുടെ തൻ്റെ നേരേക്ക് വരികയും അവർ ട്വിങ്കിളിനെയും ഭർത്താവിനെയും ശകാരിക്കുകയും ശാരീരിക ആക്രമണത്തിന് വിധേയമാക്കുകയൊക്കെ ചെയ്തത്. എതിരെ നടന്നു വന്ന യുവതിയെ കണ്ട് ട്വിങ്കിളും ഭർത്താവും വഴി മാറിക്കൊടുക്കുന്നുവെങ്കിലും നേർക്ക് നേരെ വന്ന യുവതി ഒരു പ്രകോപനവും കൂടാതെ കടുത്ത വംശീയച്ചുവയുള്ള വാക്കുകൾ കൊണ്ട് ഈ ട്വിങ്കിളിന് നേരെ പാഞ്ഞെടുക്കുകയും എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നതിന് മുൻപ് തന്നെ യുവതി ട്വിങ്കിളിനെയും സാനുവിനെയും പിടിച്ച് തള്ളുകയും ചെയ്തു. പ്രതീക്ഷിക്കാത്ത ആക്രമണമായിരുന്നതിനാൽ കയ്യിലെ ബാഗുകൾ ട്വിങ്കിളിൻ്റെ കയ്യിൽ നിന്നും തെറിച്ച് വീഴുകയും കാലിടറി വീഴുകയും ചെയ്തു. നല്ല കട്ടിയുള്ളതും നമുക്കറിയാം പല ലെയറുകളുള്ള ജാക്കറ്റൊക്കെ ധരിച്ചിട്ട് പോലും ട്വിങ്കിളിന് ഈ വീണ വീഴ്ചയിൽ കൈമുട്ട് ചതയുകയും തൊലി ഉരഞ്ഞ് പരിക്കുകളൊക്കെ വരികയും ചെയ്തു. എന്തായാലും കൈക്കുഴയ്ക്കും പരിക്കുണ്ട് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ഭർത്താവ് സാനു വീണില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പരിക്കുകളില്ല. എന്തായാലും ശരീരത്തിനേറ്റ പരിക്കിനേക്കാൾ വലിയ മാനസികമായ ഷോക്കിലാണ് ഈ ദമ്പതികളുള്ളത്. ശാരീരിക ആക്രമണം നേരിട്ടാൽ ഉടൻ സഹായവുമായി എത്തുന്ന ബ്രിട്ടനിലെ പോലീസ് നിലവിൽ ഈ ആക്രമണം ഉണ്ടായിട്ട് പോലും ശനിയാഴ്ച ആക്രമണത്തിൽ പോലീസ് ഉരുണ്ട് കളിക്കുന്ന സമീപനം സ്വീകരിക്കുന്നതായും ആരോപണം ഉയരുന്നുണ്ട്. ഈ ആക്രമണ ശേഷം പോലീസ് എത്തുന്നത് കാത്തു നിൽക്കുന്ന ദമ്പതികളോട് തങ്ങൾ കേസ് മറ്റൊരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കും എന്ന മറുപടിയാണ് ഈ പോലീസ് നൽകുന്നതെന്നും മാത്രമല്ല കേസിന്റെ റെഫറൻസ് നമ്പർ ചോദിച്ചപ്പോൾ സിസ്റ്റം ഡൗൺ ആണെന്നൊക്കെയുള്ള ലാഘവത്തോടെ മറുപടിയാണ് പോലീസ് നൽകിയതെന്നും ട്വിങ്കിളും ഭർത്താവും പറയുന്നു. ഇതുവരെ പോലീസിൽ നിന്ന് ആരും ഇവരെ ബന്ധപ്പെട്ടിട്ടുമില്ല. മാത്രമല്ല ഇഖാസിലിൽ നിന്നും ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. സ്റ്റുഡൻറ് വിസയിലുള്ള വിദ്യാർത്ഥിക്ക് വംശീയ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു. ഒരു കടയിൽ ജോലിക്കെത്തിയ വിദ്യാർത്ഥിക്ക് ആദ്യ ആഴ്ചയിൽ തന്നെ വംശീയ ആക്രമണത്തിന് ഇരയായ കേസിൽ പോലീസ് ഉടനെ തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. സ്ഥിരമായി കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന മറ്റൊരു വ്യക്തി തന്നെയാണ് ഈ വിദ്യാർത്ഥിയെയും ആക്രമിച്ചത്. പോലീസ് ചോദ്യം ചെയ്യവേ കടയിൽ മോഷണം നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് എത്തിയതെന്നും ഇയാൾ കുറ്റസമ്മതം നടത്തി. UK-യിൽ വംശീയ ആക്രമണങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സത്യത്തിൽ തീവ്ര വലതുപക്ഷ പാർട്ടി വേരുറപ്പിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാകാമെന്നൊരു ആശങ്ക അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. വംശീയത പറഞ്ഞാൽ കയ്യടി കിട്ടുമെന്ന് ഉറപ്പിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു ഭാഗത്ത് ശക്തി ആർജിക്കുമ്പോൾ ഇത് ജനങ്ങളിൽ പൊതുവിൽ ഒരു കുടിയേറ്റ വിരുദ്ധത ഉണ്ടാക്കുകയും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് നേരെ കയ്യേറ്റം ചെയ്യാനായിട്ട് ബ്രിട്ടനിലെ പ്രാദേശിക നിവാസികൾക്കുള്ളൊരു ലൈസൻസ് പോലെ ഇത് അനുവർത്തിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഇത്തരം ആക്രമണങ്ങൾ ഇരകളാകാൻ മലയാളികൾക്ക് അനുഭവം ഉണ്ടാകുന്നത്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പ്രധാനമായും UK-യിൽ വലിയ രീതിയിലുള്ള മലയാളി കുടിയേറ്റങ്ങളുള്ള ഒരു ഭൂമിയെ കൂടിയാണ്. എന്തായാലും മലയാളികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. കുടിയേറ്റ വിരുദ്ധതയുടെ ഭാഗമായി ഉണ്ടാകുന്ന റേസിസ്റ്റ് മനോഭാവങ്ങൾ ഒരു സർവ്വസാധാരണമായ സംഭവമാകുന്നു. അങ്ങനെ ഒരു ട്രെൻഡായി രൂപപ്പെടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇവർക്ക് നിയമപരമായ സഹായം ലഭിക്കേണ്ടതുണ്ട്. ഇവിടുന്ന് കയറി പോകുന്ന ആളുകൾ അവിടുത്തെ സംസ്കാരവുമായും അവിടുത്തെ രീതികളുമായും യോജിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ അവിടെയുള്ള പ്രശ്നങ്ങൾ നമ്മളെ പലപ്പോഴും അഡ്രസ്സ് ചെയ്യാറുണ്ട്. എന്നാൽ അതേസമയം ജോലിക്കായി, അതായത് കൃത്യമായ നിയമവ്യവസ്ഥകളൊക്കെ അനുസരിച്ച് കൃത്യമായ ചട്ടങ്ങളൊക്കെ പാലിച്ച് ഓഫർ ലെറ്റർ കിട്ടി ജോലിക്കായി പോകുന്ന ആളുകൾക്ക് പോലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും വംശീയ വിരുദ്ധത തന്നെയാണ്, മാത്രമല്ല ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണ്.